ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയില കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി ഒരു പിടി മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ഇറുത്തു വെച്ചിട്ടുണ്ട്. ഇനി അരപ്പിനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ചേർത്ത് നന്നായി അരപ്പ് നമുക്കൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം. ഇത്രയും റെഡിയായതിന് ശേഷം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ 2 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 2 വറ്റൽമുളകും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കറിവേപ്പില ഒന്ന് വാടി വരുമ്പോൾ മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില ചേർത്ത് നന്നായി ഇളക്കി വാട്ടിയെടുക്കണം. നന്നായി വാടി വെന്തു വരുന്ന സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കാം. കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറി തിളയ്ക്കരുത്, ചൂടായാൽ മതിയാകും. നന്നായി വെന്തതിന് ശേഷം മാത്രമേ അരപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് നന്നായി ഒന്ന് പതഞ്ഞു വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. സിമ്പിളായ മുരിങ്ങയിലക്കറി ഇവിടെ തയ്യാറായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.